ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ACIT സമഗ്ര. ഇന്നത്തെ ടോപ്പിക് കലാസാഹിത്യത്തിലെ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഥകളിയിലെ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ്? കഥകളിയിലെ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷമാണ് മിനുക്ക്. നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയതാരാണ്? നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ഉറൂബാണ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടനാരാ? 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടനാണ് മോഹൻലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർക്കുക. കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുമായി ബന്ധപ്പെട്ടത് കൊട്ടാരക്കര തമ്പുരാനാണ്. ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ട വ്യക്തി കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുകി ആരുടെ കൃതിയ? ചണ്ടാല ഭിക്ഷുകി കുമാരനാശാന്റെയാണ്. കൃഷ്ണഗാഥ ചെറുശ്ശേരി. കൃഷ്ണഗാഥ ചെറുശ്ശേരി. കഥകളി കൊട്ടാരക്കര തമ്പുരാന്, ഓട്ടൻതുള്ളല് കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി കുമാരനാശാന്, കൃഷ്ണഗാഥ ചെറുശ്ശേരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാ? സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാ? കഥകളിയിലെ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷമാണ് മിനുക്ക്. ഏതാണ്? കഥകളിയിലെ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷമാണ് മിനുക്ക്. ഓക്കെ, നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. കൂടിയാട്ടം. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? മിഴാവ്. കൂടിയാട്ടം മിഴാവ്. തോൽപാവക്കൂത്ത്. തോൽപാവക്കൂത്ത് എഴുപറ. എഴുപറയാണ് തോൽപാവക്കൂത്തുമായി കണക്ട് ചെയ്യുന്നത്. എഴുപറ. പടയണി. പടയണിയുമായി ബന്ധപ്പെട്ടുള്ളത് തപ്പ്. പടയണി തപ്പ്. കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളി ഓണവില്ല്. ഏതൊക്കെയാണ്? കൂടിയാട്ടം മിഴാവ്. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടത് മിഴാവ്. തോൽപാവക്കൂത്ത് ഏഴുപറ. തോൽപാവക്കൂത്ത് ഏഴുപറ. പടയണിയുമായി ബന്ധപ്പെട്ട് പടയണി തപ്പ്. പടയണിയുമായി ബന്ധപ്പെട്ടാണ് തപ്പ്. കുമ്മാട്ടിക്കളിയാണെങ്കിൽ ഓണവില്ല് കേട്ടോ. കുമ്മാട്ടിക്കളി ഓണവില്ല്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? നൃത്തമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. പട്ചിത്ര എന്ന ചിത്രരചനാ സമ്പ്രദായം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ചിത്ര എന്ന ചിത്ര സമ്പ്രദായം ഒറീസയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പട്ചിത്ര എന്നത് ഒറീസയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചിത്രരചനാ സമ്പ്രദായമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന്? പണിയ നൃത്തം, പളിയ നൃത്തം, മംഗലംകളി. ഓക്കെ, പണിയ നൃത്തം, പളിയ നൃത്തം, മംഗലംകളി, മലപ്പുലയ ആട്ടം. ഇതൊക്കെയാണ് ഗോത്ര കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നാലപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തെറ്റാണത്. കാരണം നാലപ്പാട്ട് നാരായണ മേനോനല്ല, വള്ളത്തോൾ നാരായണ മേനോനാണ് മുകുന്ദരാജയും ചേർന്നാണ് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം തുടങ്ങിയ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യൻ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചത്. 2006 കേരള കലാമണ്ഡലത്തെ ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോക്ക് ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ത്രിപുര? ത്രിപുരയുമായി ബന്ധപ്പെട്ടുള്ള ഫോക്ലോർ ഡാൻസ് ഏതാണ്? ഹോജഗിരിയാണ് ത്രിപുരയുമായി ബന്ധപ്പെട്ടത്.
കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ് മുരളി ചീരോത്താണ്. ഇന്ത്യൻ നാടോടി കലാ സമ്പ്രദായം അല്ലാത്തത് ഏതാണെന്ന്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാടോടി കലാ സമ്പ്രദായം അല്ലാത്തത് ഏതാണ്? വാർലി, മധുബനി, കലംകാരി, ബാത്തിക്. ഇന്ത്യൻ നാടോടി കലാ സമ്പ്രദായം അല്ലാത്തത് ബാത്തിക് ആണ്. ബാത്തിക്, ബാക്കിയല്ല ഇന്ത്യൻ നാടോടി കലാ സമ്പ്രദായമാണ്. വാർലി, മധുബനി, കലംകാരി. കലംകാരി, മധുബനി, വാർലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന. ഫസ്റ്റ് പ്രസ്താവനയാണ്, 1930 കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് ആണ്, വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ. ആ ജോഡി തെറ്റാണ്. കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ കാക്കനാടാണ് കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കേരള മീഡിയ അക്കാദമി എറണാകുളം ജില്ലയിലാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. ആ ജോഡി ശരിയാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. അതും ശരിയാണ്. കേരള ലളിതകല അക്കാദമി തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ലളിതകല അക്കാദമി തൃശ്ശൂർ ജില്ല, കേരള മീഡിയ അക്കാദമി കാക്കനാട്, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, ചലച്ചിത്ര അക്കാദമി ആണെങ്കിൽ തിരുവനന്തപുരം ജില്ലയില്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രാജാ രവിവർമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഫസ്റ്റ് പ്രസ്താവനയാണ്, പാശ്ചാത്യ ചിത്രകലാ ശൈലിയിലെ നിപുണനാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിലെ നിപുണനാണ്. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. രാജാ രവിവർമ്മയെ കുറിച്ചുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണനാണ്. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. കേരള കലാമണ്ഡലം തൃശ്ശൂർ. കേരള കലാമണ്ഡലം തൃശ്ശൂർ ശരിയാണ്. യക്ഷഗാനം പാർത്തിസുബ്ബ. യക്ഷഗാനം പാർത്തിസുബ്ബ. ആ ജോഡി ശരിയാണ്. കഥകളി ഗുരു മാണി മാധവ ചാക്യാർ. ആ ജോഡി തെറ്റാണ്. മണി മാധവ ചാക്യാർ എന്തുമായി ബന്ധപ്പെട്ടതാ? ഗുരു മണി മാധവ ചാക്യാർ കൂടിയാട്ടവും ചാക്യാർ കൂത്തുമായി ബന്ധപ്പെട്ടതാണ്. മാണി മാധവ ചാക്യാർ കൂടിയാട്ടവും ചാക്യാർ കൂത്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. നെക്സ്റ്റ്, പാട്ടബാക്കി തോപ്പിൽ ബാസി. ആ ജോഡി തെറ്റാണ്. പാട്ടബാക്കി തോപ്പിൽ ബാസി. കാരണം എന്താ? പാട്ടബാക്കി എന്നത് കെ ദാമോദരൻ എഴുതിയ നാടകമാണ് പാട്ടബാക്കി. അപ്പൊ ശരിയായിട്ടുള്ളത് കേരള കലാമണ്ഡലം തൃശ്ശൂര്, യക്ഷഗാനം പാർത്തിസുബ്ബ. ഓക്കെ, ഗുരു മാണി മാധവ ചാക്യാർ കൂടിയാട്ടം ചാക്യാർ കൂത്തുമാണ്. പാട്ടബാക്കി എഴുതിയത് കെ ദാമോദരനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്ര വിഷയമാണ് ഗജേന്ദ്ര മോക്ഷം. ഏതാണ്? ഗജേന്ദ്ര മോക്ഷമാണ്. കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ള ചുമർ ചിത്രത്തിലുള്ള വിഷയമാണ് ഗജേന്ദ്ര മോക്ഷം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മുക്കോല പെരുമാൾ ആരുടെ ശില്പമാണ്? മുക്കോല പെരുമാൾ എന്നത് ആരുടെ ശില്പമാണ്? കാനായി കുഞ്ഞിരാമന്റെ ശില്പമാണ് മുക്കോല പെരുമാള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താന്ത്രിക മണ്ഡലങ്ങളും കേവല ജാമിതീയ രൂപങ്ങളും താഴെ പറയുന്നവരിൽ ആരുടെ ചിത്രങ്ങളെ മനസ്സിലാക്കുന്നിടത്താണ് ബാധകമായിട്ട് വരുന്നത്? താന്ത്രിക മണ്ഡലങ്ങളും കേവല ജാമിതീയ രൂപങ്ങളും താഴെ പറയുന്നവരിൽ ആരുടെ ചിത്രങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് ബാധകമായി വരുന്നത്? വി വിശ്വനാഥന്റെ ചിത്രങ്ങൾക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ബാധകമായിട്ടുള്ളത് ഏത് ചിത്രകാരനാണെന്ന്? അഭിനീന്ദ്രനാഥനും നന്ദലാൽ ബോസിനും കീഴിൽ പരിശീലനം ലഭിച്ചത്. കേരളീയനായ ചിത്രകാരനാണ്. പ്രകൃതിയെ ആസ്പദമാക്കി ചലിച്ചായ ചിത്രങ്ങൾ. ആൻസർ
കെ മാധവ മേനോനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വിവരങ്ങൾ. കെ മാധവ മേനോന് ഒന്നുകൂടി പറയാം. അഭിനീന്ദ്രനാഥനും നന്ദലാൽ ബോസിനും കീഴിൽ പരിശീലനം ലഭിച്ചത് കേരളീയനായ ചിത്രകാരനാണ്. പ്രകൃതിയെ ആസ്പദമാക്കിയ ജലഛായ ചിത്രങ്ങൾ കെ മാധവ മേനോനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പട്ടം പറത്തുന്ന പെൺകുട്ടി ഏത് ചിത്രകാരിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ്? പട്ടം പറത്തുന്ന പെൺകുട്ടി ഏത് ചിത്രകാരിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ്? ടി കെ പത്മിനി. ടി കെ പത്മിനിയാണ് പട്ടം പറത്തുന്ന പെൺകുട്ടി. ടി കെ പത്മിനിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണത്. താഴെ പറയുന്നവരെ KCS പണിക്കരുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്ന്? ലുംബിനി, മലബാർ കർഷകന്റെ ജീവിതം, മാടൻ തറ, യയാതി. ഏതാണ് KCS പണിക്കരുമായി ബന്ധപ്പെടാത്തത്? ഏതാണ്? യയാതിയും മാടൻ തറയും ആണ് ബന്ധപ്പെടാത്ത കേട്ടോ. ലുംബിനി, മലബാർ കർഷകന്റെ ജീവിതം, ഇതൊക്കെ KCS പണിക്കരുമായി ബന്ധപ്പെട്ടതാണ്. ലുംബിനി ആൻഡ് മലബാർ കർഷകന്റെ ജീവിതം. മലബാർ കർഷകന്റെ ജീവിതം, ലുംബിനി. ഓക്കെ, KCS പണിക്കരുമായി ബന്ധപ്പെട്ട കൃതികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Okay, next question. Musical instrument is associated with the famous percussionist and musician Zakir Hussain. Zakir Hussainമായി ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാണ്? തബല. തബലയാണ് Zakir Hussainമായി ബന്ധപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. Next question. Shadow puppetry traditionally performed as a ritual in Kerala and Tamil Nadu is known as. തമിഴ്നാട്ടിലും കേരളത്തിലും പ്രശസ്തമായ നിഴൽ പാവക്കൂത്തിന്റെ പേരെന്താണെന്ന്? തോൽ പാവക്കൂത്ത് കേട്ടോ. എന്റെ പേര് തോൽ പാവക്കൂത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ ശരിയായത് തിരിച്ചറിയുക. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാട്ടോ. ഓക്കെ, 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ കൃഷ്ണനാട്ടത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അഷ്ടപതിയാട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. അഷ്ടപതിയാട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത്. ജയദേവന്റെ ഗീതാഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയിലാണ് കൃഷ്ണഗീതി രചിച്ചത്. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. കൃഷ്ണനാട്ടത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ പറയാനാണ്. അഷ്ടപതിയാട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. അഷ്ടപതിയാട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത്. കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത് മാനവേദൻ രാജാവാണ്. ജയദേവന്റെ ഗീതാഗോവിന്ദം എന്ന കൃതിയിലെ മാതൃകയിലാണ് കൃഷ്ണഗീതി രചിച്ചത്. ജയദേവന്റെ ഗീതാഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയിലാണ് കൃഷ്ണഗീതി രചിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെയും പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരള നടനത്തിന് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഗുരു ഗോപിനാഥ്. കേരള നടനം ഗുരു ഗോപിനാഥാണ്. യക്ഷഗാനത്തിന് രൂപം നൽകിയതായിരുന്നു അത് പാർത്തിസുബ്ബ. യക്ഷഗാനത്തിന് രൂപം നൽകിയത് പാർത്തിസുബ്ബയാണ്. ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ടത് ചിന്നത്തമ്പി പിള്ളയാണ് ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ടത്. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാരാണ് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട വ്യക്തി. കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്തിസുബ്ബ, ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള, കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ് ഗുരുമണി മാധവ ചാക്യാരാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ്. മലയാള കലാഗ്രാമം മാഹിയിൽ സ്ഥാപിച്ചത് ആരാണ്? മലയാള കലാഗ്രാമം മാഹിയിൽ സ്ഥാപിച്ചത് ആരാണ്? MV ദേവനാണ് മലയാള കലാഗ്രാമം മാഹിയിൽ സ്ഥാപിച്ചത്. MV ദേവനാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഓപ്ഷൻസ് വായിക്കാം. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, ഓട്ടൻതുള്ളൽ. ഏതാ വരുന്നത്? ആൻസർ കൂടിയാട്ടം. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. കേരള നടനം എന്ന കലാരൂപം
കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥാണ്. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂച്ചിലോട്ട് ഭഗവതി എന്നത് കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം കേട്ടോ. മൂച്ചിലോട്ട് ഭഗവതി തെയ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത് പടയണിയാണ്. പടയണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്. പടയണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കടമ്മനിട്ട പ്രശസ്തമായത്. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതാണെന്ന്? അത് കാറൽ മാൻസ് ചരിതമാണ്. ഏതാണ്? കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം ഏതാണ്? കാറൽ മാൻസ് ചരിതം. കാറൽ മാൻസ് ചരിതമാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം ആണ് കാറൽ മാൻസ് ചരിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോയിമ്പിട നായർ ഏത് ആചാരപരമായ കലാരൂപത്തിന്റെ കഥാപാത്രമാണ്? കോയിമ്പിട നായർ ഏത് ആചാരപരമായ കലാരൂപത്തിന്റെ കഥാപാത്രമാണ്? മുടിയാട്ടുമായി ബന്ധപ്പെട്ടാണ് അതിലെ കഥാപാത്രമാണ് കോയിമ്പിട നായർ. മുടിയാട്ടിലെ കഥാപാത്രമാണ് കോയിമ്പിട നായർ. താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണെന്ന്? ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? പടയണി കേട്ടോ. പടയണിയാണ് ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പടയണി. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണെന്ന്? തെയ്യം, പടയണി, മുടിയേറ്റ്, കൂടിയാട്ടം. ഇതിൽ ഏതാണ് അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണെന്ന്? അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണ്? കൂടിയാട്ടം അനുഷ്ഠാന കലയല്ല, ബാക്കിയെല്ലാം അനുഷ്ഠാന കലകളാണ്. മുടിയേറ്റ്, പടയണി, തെയ്യം ഇതൊക്കെ അനുഷ്ഠാന കലകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേരെന്താ? സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേരാണ് ഇടക്ക. ഏതാണ്? ഇടക്കയാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേരാണ് ഇടക്ക. നെക്സ്റ്റ്, കൂത്തിലെ മിഴാവിന് പകരമായിട്ട് തുള്ളലിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാ? കൂത്തിലെ മിഴാവിന് പകരമായിട്ട് തുള്ളലിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് തൊപ്പിമദ്ദളം. തുള്ളലിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് തൊപ്പിമദ്ദളം. കൂത്തിലെ മിഴാവിന് പകരമായിട്ട് തുള്ളലിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് തൊപ്പിമദ്ദളം. കഥകളിലെ ഏറ്റവും ലോകധർമ്മിയായ വേഷം ഏതാ? കഥകളിലെ ഏറ്റവും ലോകധർമ്മിയായ വേഷമാണ് മിനുക്ക്. ശിങ്കിടി പാടുക എന്ന ശൈലി താഴെ കൊടുത്തിരിക്കുന്ന ഏത് കലാരൂപമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതാണ്? ശിങ്കിടി പാടുക എന്ന ശൈലി താഴെ കൊടുത്തിരിക്കുന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ടാണ് ശിങ്കിടി പാടുക എന്ന ശൈലി രൂപം കണ്ടുള്ളത്. ശിങ്കിടി പാടുക എന്ന ശൈലി ഏതാണ്? ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. കൊട്ടം തീർന്നൊരു കോട്ടയം കഥകളിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്? നിവാതക വചക കാല കേയവധം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, കീചകവധം. ഇതിലേതാ ഉൾപ്പെടാത്തത്? കീചകവധം കേട്ടോ. കീചകവധമാണ് ഉൾപ്പെടാത്തത്. കോട്ടം തീർന്നൊരു കോട്ടയം കഥകളിൽ ഉൾപ്പെടാത്തത് കീചകവധമാണ്. അപ്പൊ കല്യാണ സൗഗന്ധികം ഉൾപ്പെടുന്നുണ്ട്, കിർമീരവധം ഉൾപ്പെടുന്നുണ്ട്, നിർവാതക കേവധം അത് ഉൾപ്പെടുന്നുണ്ട്. ഇനി താഴെ സൂചിപ്പിക്കുന്ന നൃത്ത കലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്. ഏതാണ്? രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. ഓക്കെ, ഇത്രയും വായിച്ചത് ഓക്കെ അല്ലേ? കുറച്ച് സ്പീഡിൽ വായിച്ചിട്ടുണ്ട്, കാരണം ഇത് PYQ ആണ്, 2025 PYQ ആണ്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. Thank you.